എഡ്യൂസോഫ്റ്റ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ ഒരു വെബ് പേജിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ പേജിനകത്ത് എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുന്നത് എങ്ങനെയാണ്, വളരെ ബേസിക് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക. നമുക്ക് ആദ്യമായിട്ടാണ് HTML കാണുന്നതെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ആദ്യം പോയി കാണുക, അതിനുശേഷം ഈ വീഡിയോയിലേക്ക് വരിക. ഓക്കെ, നമുക്ക് അപ്പോൾ എങ്ങനെ ഒരു HTML പേജിൽ, ഒരു വെബ് പേജിൽ ഇമേജ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ വെബ് പേജിൽ ജസ്റ്റ് എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് സെൻറ്ററിൽ കൊടുത്തിരിക്കുകയാണ്. സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമുക്ക് അത് സെൻറ്റർ അലൈൻഡ് ആയിരിക്കും. ജസ്റ്റ് സേവ് ചെയ്തിട്ടുണ്ട്. edu.html എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എങ്ങനെയാണ് ഫയൽ സേവസ്, ഫയൽ നെയിം എന്താണ് പേര് കൊടുക്കേണ്ടത്, ആ പേര് .html നമുക്ക് വേണ്ട ലൊക്കേഷൻ സേവ് ചെയ്യാം. ഇവിടെ ഞങ്ങളിപ്പോൾ ജസ്റ്റ് edu.html എന്ന് സേവ് ചെയ്തു. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. നമുക്ക് റൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ എന്താണ്, ജസ്റ്റ് എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന് മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലേ. ഇന്ന് സൂം ചെയ്യുവാണെങ്കിൽ കാണാനായിട്ട് എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന് ഇവിടെ എന്താണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇമേജ് കൂടി ആഡ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഇമേജ് ആഡ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി ടാഗിനുള്ളിൽ തന്നെ ഈ പറയുന്ന എഡ്യൂസോഫ്റ്റ് മലയാളം ആ ടെക്സ്റ്റിൻ്റെ അടിയിലേക്ക് പുതിയൊരു ടാഗ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുവാണ്. ആ ടാഗിൻ്റെ പേരാണ് IMG ടാഗ്. IMG സ്റ്റാൻഡ് ഫോർ ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗാണ് എന്ത്, IMG ടാഗ്. ഓക്കെ, അപ്പോൾ IMG ടാഗ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു വെബ് പേജിലേക്ക്, എന്ന് വെച്ചാൽ ഒരു HTML പേജിലേക്ക് നമ്മൾ ഇമേജ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ IMG എന്ന് പറയുന്ന ടാഗ് നമ്മൾ എഴുതുന്നു. അതിനുശേഷം IMG ടാഗിനകത്ത് 1-2 ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് നമുക്ക് ആവശ്യമായിട്ട് വരും. IMG ടാഗിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് SRC. നമ്മുടെ സോഴ്സാണ്, ഇമേജിൻ്റെ സോഴ്സ്. SRC = ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ ആ ഇമേജിലേക്കുള്ള പാത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇമേജിലേക്കുള്ള പാത്ത് എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ട ഇമേജ്, ഏത് ഇമേജാണോ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമേജിലേക്ക് പോവുക. അതിനുശേഷം അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇമേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് ചൂസ് ചെയ്യുക. ഇമേജിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് ചൂസ് ചെയ്യുന്നു. പ്രോപ്പർട്ടീസ് ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ലൊക്കേഷൻ കോപ്പി ചെയ്തെടുക്കുന്നു. ഇമേജിൻ്റെ പേരും അതിൻ്റെ എക്സ്റ്റൻഷൻ JPG ആണോ PNG ആണോ എന്നത് കൂടി ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ആ കോപ്പി ചെയ്തെടുത്ത ലൊക്കേഷൻ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. SRC = എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ലൊക്കേഷൻ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു സ്ലാഷ് കൂടി ഇട്ട് ആ പറയുന്ന ഇമേജിൻ്റെ പേര് അതിൻ്റെ ഫയൽ എന്താണോ, JPG ആയതുകൊണ്ട് ഞാൻ JPG എന്ന് കൊടുത്തു. logo.jpg, നമ്മുടെ ഫയൽ പേര് ലോഗോ എന്നായിരുന്നു. logo.jpg എന്ന് കൊടുത്തു. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഇമേജ് അപ്പിയർ ആയിട്ടുണ്ട്. നമ്മുടെ വെബ് പേജിനകത്ത് ഇമേജ് അപ്പിയർ ആയിട്ടുണ്ട്. സാമാന്യം നല്ല സൈസാണ്, കുറച്ച് ക്ലാരിറ്റി കൂടി ഇമേജ് ആയതുകൊണ്ട് അത്യാവശ്യം വലിയ സൈസിലാണ് ആ ഇമേജ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റും. നമ്മുടെ തന്നെ ഒരു ലോഗോയാണ്, അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈസ് നമുക്ക് പ്രശ്നമായിട്ട് തോന്നിയെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈസ് അൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് അടുത്തായിട്ട് നോക്കാം. വീണ്ടും നമ്മുടെ നോട്ട് പാഡിലേക്ക്, നമ്മുടെ HTML പ്രോഗ്രാമിലേക്ക് വരിക. പ്രോഗ്രാമിൽ ഇവിടെ നമ്മൾ ജസ്റ്റ് സ്പേസ് ഇട്ടിട്ട് IMG ടാഗിനകത്ത് തന്നെ ഹൈറ്റ് = നമുക്ക് ഇഷ്ടമുള്ളൊരു ഹൈറ്റ് പിക്സലിൽ കൊടുക്കാം. അതായത് ഇപ്പോൾ ഞാൻ 50 എന്ന് കൊടുക്കുന്നു. അത് 50 പിക്സലായിരിക്കും ഹൈറ്റ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം വിഡ്ത്ത് = ഇതുപോലെ തന്നെ നമുക്കൊരു വാല്യൂ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ വാല്യൂസ് കൊടുത്ത് നമുക്ക് നമ്മുടെ വെബ് പേജിൻ്റെ സൈസിന് അനുയോജ്യമായ രീതിയിൽ ഇമേജ് ക്രമീകരിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ 50 കൊടുത്തു. ചെറിയൊരു ഇമേജ് ആയിരിക്കും നമുക്കിപ്പം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. നോക്കാം, കണ്ടോ, ഇതിൻ്റെ സൈസ് മാക്സിമം കുറഞ്ഞിട്ടുണ്ട്. അതാണ് 50 പിക്സൽ വലിപ്പവും വീതിയും പൊക്കവുമുള്ള ഒരു ഇമേജാണ് നമ്മളിപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രോപ്പർട്ടി കൂടി, ഒരു ആട്രിബ്യൂട്ട് കൂടി പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ പേരാണ് ALT. അത് നമ്മുടെ IMG ടാഗിനകത്ത് ഒരു സ്പേസ് ഇട്ട് ഇനി കൊടുക്കാം. നമുക്ക് വിഡ്ത്തിന് ശേഷം ഒരു സ്പേസ് ഇട്ട് ALT എന്ന് ടാഗ് കൊടുക്കാം. ALT = ഇത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഈ ഇമേജ് ലോഡ് ആകുന്നില്ല എങ്കിൽ കാണിക്കേണ്ട മെസ്സേജാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് നോട്ട് അവൈലബിൾ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇമേജ് ലോഡ് ആവാതിരിക്കുന്ന അവസ്ഥ, അത് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം കൊണ്ടാവാം. ഇനി അഥവാ ആ ഇമേജ് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലൊക്കേഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമേജ് ലോഡ് ആവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ALT നോട്ട് അവൈലബിൾ എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അൾട്ടർനേറ്റ് ടെക്സ്റ്റ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇമേജ് ലോഡ് ആവാത്ത സാഹചര്യത്തിലാണ് ഈ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഞാൻ ആ പാത്തിൽ ചെറിയൊരു തിരുത്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഇമേജ് കിട്ടത്തില്ല. പാത്ത് ഞാൻ തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. നോട്ട് അവൈലബിൾ. ഓക്കെ, അപ്പോൾ ആ ഒരു മെസ്സേജ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പം ഇതുപോലെ നമുക്ക് ഇഷ്ടംപോലെ ഇമേജുകൾ നമുക്കിവിടെ നമ്മുടെ HTML പേജിനകത്ത് ആഡ് ചെയ്യാനുള്ള സാഹചര്യം നിലവിലുണ്ട്. എത്ര ഇമേജുകൾ വേണമെങ്കിലും നമുക്കൊരു വെബ് പേജിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ സൈസ് ക്രമീകരിക്കാനായിട്ട് പറ്റും. സിമ്പിളായിട്ട് IMG ടാഗ് ഉപയോഗിച്ച് ആർക്കും ചെയ്യാവുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് വെബ് പേജിലേക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് SRC അതുപോലെ തന്നെ ALT
ദെൻ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്. ഇത്രയും പ്രോപ്പർട്ടികളാണ് അല്ലെങ്കിൽ ഇത്രയും ആട്രിബ്യൂട്ടുകളാണ് നമ്മൾ ഇവിടെ IMG ടാഗിൻ്റെ കൂടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എത്ര ഇമേജുകൾ വേണമെങ്കിലും നമുക്കൊരു വെബ് പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഇനിയും HTML കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. ഇനിയും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.